Sunday School Youth Fellowship വനിതാ സംഘടന സംഘടനയുടെ സംയുക്തമായ വാർഷികം ആരംഭിക്കുകയാണ്. കാര്യപരിപാടി അനുസരിച്ച് ആദ്യം പ്രാരംഭ പ്രാർത്ഥനയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിന്റെ ഈ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം സംഘടനകളുടെ സംയുക്തമായ വാർഷികം നമുക്ക് നടത്തുന്നതിന് അന്ന് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. കഴിഞ്ഞ 2020 വർഷത്തിൽ COVID-19 മൂലം പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുന്നതിന് സാധിച്ചില്ല എങ്കിലും ലഭിച്ച അവസരത്തിൽ 3 സംഘടനകളും വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നതിന് എന്നെ സഹായിച്ചു. ദൈവമേ, 3 സംഘടനകളുടെയും പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തുന്നതിന് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. 3 സംഘടനകളിൽ നിന്നായിട്ട് നടക്കുന്ന കലാപരിപാടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്നത്തെ ഈ വാർഷികത്തിന്റെ എല്ലാ പ്രോഗ്രാമുകളിലും അങ്ങയുടെ മഹനീയമായ സാന്നിധ്യം എന്ന് പകരണമേ. ഓരോരുത്തർക്കും കർത്താവ് നൽകിയിരിക്കുന്ന താളുകൾക്ക് അനുസരിച്ച് കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സഹായിക്കണമേ. പ്രത്യേകിച്ച് ദൈവമേ, ഇന്നത്തെ ഈ വാർഷികത്തിൽ മുഖ്യ സന്ദേശം നൽകുവാനായി ഇവിടെ വന്നിരിക്കുന്ന റവറൻഡ് ലിവിങ്സ്റ്റൺ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൽ അദ്ദേഹത്തെ നിറയ്ക്കണമേ. ഞങ്ങൾക്ക് ആവശ്യമായ നൽകുവാൻ അദ്ദേഹത്തിന് ശക്തിയിരിക്കണമേ. ദൈവമേ, ഈ വാർഷിക പരിപാടിയുടെ ആരംഭം മുതൽ അവസരം വരെ കൂടെ ഇരിക്കണമേ. സകല സ്തുതിയും മഹത്വവും സ്വീകരിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവ്, ആമേൻ. ആദ്യത്തെ പ്രോഗ്രാം സിംഗിൾ സോങ് ഷാരി. സിംഗിൾ സോങ് ഷാരി. of Israel never was so thirsty. The Lord will guide us by
side to protect you. The sun will not hurt you, nor the moon in the night. The Lord will cover you from all danger. He will keep you safe. He will protect you until come and go, never and forever. Amen. ഇപ്പോൾ വെൽക്കം സ്പീച്ചാണ് സഭയുടെ സെക്രട്ടറി. സ്വാഗതം പറയുക എന്നതാണ് നിശ്ചിതമായിരിക്കുന്ന ഘടന. ആദ്യമായി സ്വാഗതം പറയേണ്ടത് കഴിഞ്ഞ ഒരുപാട് പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് സംഘടനകളുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകാൻ സാധിച്ചു. സഭയ്ക്കുള്ളിലെ പ്രവർത്തനങ്ങൾ നടന്നിട്ടായെങ്കിലും സഭയ്ക്ക് പുറത്ത് ആത്മാർത്ഥമായിട്ട് എല്ലാവരും പ്രേരിച്ച് നടത്താൻ ദൈവം സഹായിച്ചു. ആദ്യമായി ആ സഹായിച്ച ദൈവത്തെ നന്ദി അർപ്പിക്കുകയാണ് ഈ സമയം. ആദ്യമായി സ്വാഗതം പറയുന്നത് നമ്മുടെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർക്കാണ്. നമ്മുടെ ഈ കഴിഞ്ഞ വർഷം ഒരുപാട് സംഘടനാ പ്രവർത്തനങ്ങൾ നടന്നില്ല എങ്കിൽ ഓൺലൈനായിട്ട് സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളും യൂത്ത് ലീഗിൻ്റെ അംഗങ്ങളെ ഉപയോഗിച്ച് നമ്മുടെ സഭയുടെ ആവശ്യങ്ങൾക്ക് മാക്സിമം പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ സംഘങ്ങൾ ആയാലും ആവശ്യമായ എല്ലാ കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകി പരമായിട്ട് നടത്തിയ നമ്മുടെ പാസ്റ്ററെ ഈ പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമത് നമ്മുടെ വിശിഷ്ടാതിയായിരിക്കുന്ന പാസ്റ്ററെയാണ്. നമുക്കൊരു വിശിഷ്ട അതിഥിയല്ല, നമ്മുടെ കുടുംബത്തിൽ വരുന്ന ഒരാളത്തെ പോലെ നമ്മൾ വർഷങ്ങളായിട്ട് പരിപാലിച്ച് വരുന്ന ഒരാളാണ്. എല്ലാ ആവശ്യങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലെല്ലാം നമ്മളോട് സഹകരിക്കുന്ന പാസ്റ്ററെ ഈ സമയം സ്വാഗതം ചെയ്യുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ഈ ഉപയോഗം നടത്താൻ കഴിയില്ല എന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഈ പശ്ചാത്തലത്തിൽ. എന്നാലും സഹായിച്ചു എല്ലാവരും ഈ യോഗത്തിലേക്ക് വന്ന എല്ലാവരെയും ഈ സമയം സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സിംഗിൾ സോങ് അൽക്കാർ. നാദാ നിന്നെ കാണാം, നിൻ പാദങ്ങൾ പുൽകാം, നിൻ കൃപയിൻ ആഴമറിയാം. നാദാ നിന്നെ കാണാം, നിൻ പാദങ്ങൾ പുൽകാം, നിൻ കൃപയിൻ ആഴമറിയാം. നിഷ്ഫലമാം ജീവിതങ്ങളെല്ലാം നിസ്തുലമായി പൂവണിഞ്ഞിടാം. നിഷ്ഫലമാം ജീവിതത്തിൽ ദിവ്യമായി പേരിറങ്ങി നിസ്തുലമായി പൂവണിഞ്ഞിടാം. നാദാ നിന്നെ കാണാം, നിൻ പാദങ്ങൾ പുൽകാം, നിൻ കൃപയിൻ ആഴമറിയാം. കൈവിടല്ലേ നാദാ, തള്ളിയിടല്ലേ ദേവാ, പ്രാണന്റെ പ്രാണനേശുവേ.
your bags will overflow with fresh wine. അടുത്തൊരു സിംഗിൾ സോങ് ശിബിത. ഇപ്പോൾ റിപ്പോർട്ട് സൺഡേ സ്കൂൾ. തങ്കമണി, അനീഷ, ആശ, ശൈലരാജ്, ശ്രീനോസ്, റീന, പ്രീത, ചിച്ചാനി, ഷൈനി എന്നിവരായിരുന്നു 2019 വർഷങ്ങളുടെ അധ്യാപകരായി 50 വർഷങ്ങളുടെ അധ്യാപകരായി തിരഞ്ഞെടുത്തിരുന്നത്. 2019-20 വർഷങ്ങളിലേക്ക് എക്സമായി തിരഞ്ഞെടുത്തത് റിസർച്ച് ചിത്രയായിരുന്നു. വളരെ പ്രത്യാശയോടെ ആഗ്രഹത്തോടെ ഡിസംബറിൽ തുടങ്ങിയ സൺഡേ സ്കൂൾ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇവിടം വച്ച് സൺഡേ സ്കൂൾ നിർത്തേണ്ടതായിട്ട് വന്നു. പിന്നെ സൺഡേ സ്കൂൾ പ്രവർത്തനം ആ വർഷം ഇല്ലായിരുന്നു. കഴിഞ്ഞ ഡിസംബർ വരെ സൺഡേ സ്കൂൾ ഇല്ലായിരുന്നു. COVID-19 കാരണം കുട്ടികൾക്കൊന്നും ആൾക്കൂട്ടങ്ങളിലോ മറ്റുള്ള പങ്കെടുക്കാൻ പാടില്ല എന്ന കാരണത്താൽ സൺഡേ സ്കൂൾ നിർത്തിവെച്ചു. അതുകൊണ്ട് തന്നെ തുടർ പ്രവർത്തനങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഇത്രയുമാണ് സൺഡേ സ്കൂളിന്റെ 2020 വർഷത്തിന്റെ സൺഡേ സ്കൂളിന്റെ പ്രവർത്തനമായിട്ട് പറയാം. സിംഗിൾ സോങ് അക്സ. അമൽത്തേത് സിംഗിൾ സോങ് അമൽത്തേത്. ത്തോളം
ചിറോലിക്കെട്ടി ഏകദേശം നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേര് പരീക്ഷയിൽ വിജയിച്ച ഇയോബ്. ഉൾഫ് എന്ന ദേശത്ത് ഇയോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ നിഷ്കളങ്കനും നീതിയുള്ളവനും പാപം വിട്ടകറ്റാനുമായിരുന്നു. അവൻ 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായിരുന്നു. അവന് 7000 ആടുകളും 3000 ഒട്ടകങ്ങളും 500 കാളകളും 500 പെൺകഴുതകളും ഉണ്ടായിരുന്നു. അവൻ എല്ലാവരിലും മഹാനായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ള ഹോമയാഗം അർപ്പിക്കുക പതിവായിരുന്നു. ഒരു ദിവസം ദൈവപുത്രന്മാരുടെ ഇടയിൽ സാത്താൻ ദൈവസന്നിധിയിൽ നിൽക്കാൻ ചെന്നു. അപ്പോൾ ദൈവം ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചപ്പോൾ സാത്താൻ മറുപടി പറഞ്ഞു, ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. നീ എന്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വച്ചുവെന്ന് ദൈവം ചോദിച്ചു. അപ്പോൾ സാത്താൻ പറഞ്ഞു, അവന് ഇത്രയധികം അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടാണ് ദൈവത്തെ അവൻ സ്നേഹിക്കുന്നതെന്ന് സാത്താൻ പറഞ്ഞു. തൃക്കൈ നീട്ടി അവനുള്ളതിലെല്ലാം തൊടുക, അവൻ നിന്നെ തെറ്റിച്ചു പറയും എന്ന് സാത്താൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അവന്റെ എല്ലാം നിന്റെ കയ്യിൽ, പക്ഷെ അവന്റെ ദേഹത്ത് നീ കൈയേറ്റം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം വലിയൊരു കാറ്റടിച്ച് അവന്റെ മക്കളും മൃഗസമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു. ഇതിലൊന്നും അവൻ പാപം ചെയ്തില്ല. അതിന്റെ അടുത്ത ദിവസം ദൈവസന്നിധിയിൽ സാത്താനും നിൽക്കാൻ ചെന്നു. അപ്പോൾ അവന്റെ ദേഹത്ത് കൈതൊട്ടാൽ അവൻ നിന്നെ തള്ളി പറയുമെന്ന് സാത്താൻ പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അവന്റെ ദേഹത്ത് നീ തൊട്ടോളൂ, പക്ഷെ അവന്റെ പ്രാണനിൽ മാത്രം തൊടരുത്. അപ്പോൾ അവന്റെ ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ടമെടുത്ത് തന്നെ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ കിടന്നു. ഇയ്യോബിന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അപ്പോൾ അവന്റെ ഭാര്യയും അവന്റെ കൂട്ടുകാരും ദൈവത്തെ തള്ളി പറയാൻ ശ്രമിച്ചു. എന്നിട്ടും ഇയ്യോബ് ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അപ്പോൾ അവന്റെ അസുഖം കൂടുന്തോറും അവൻ ദൈവസന്നിധിയിൽ അവന്റെ പ്രാർത്ഥന കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. ദൈവത്തിന് മനസ്സിലായി അവൻ തന്നെ ഒരിക്കലും തള്ളി പറയില്ല. അവന്റെ മുൻകാലത്തേക്കാൾ പിൻകാലത്ത് ഇരട്ടിയായി അനുഗ്രഹിച്ചു. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. അവന് 14,000 ആടുകളും 6,000 ഒട്ടകങ്ങളും 1000 കാളകളും 1000 പെൺകഴുതകളും അവനുണ്ടായി. അവന് പിന്നെ 140 സംവത്സരങ്ങൾ കൂടി ജീവിച്ചു. ആ വൃദ്ധനായി കാലസമ്പൂർണനായി മരിച്ചു. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? നമുക്ക് പലതരം പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊന്നും നമ്മൾ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തന്നെ ഇരിക്കണം. നന്ദി, നമസ്കാരം. ഒരു സിംഗിൾ സോങ് റീഫർ.
ഡാൻസ് വർഷ Thank you.
sing this song, Remani. Report Youth Fellowship. സ്വയം തൊഴിൽ ഈ പ്രോജക്റ്റിന് താല്പര്യമുള്ളവർക്ക് 1000 രൂപ എന്ന ക്രമത്തിൽ കൊടുക്കുകയും വർഷ
ഈ പ്രോജക്റ്റിൽ 4 പേർ പങ്കെടുക്കുകയും ഇതിൽ നിന്നും 8,750 രൂപ ലഭിക്കുകയും ചെയ്തു. കോവിഡിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഈ പ്രോജക്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ കമ്മിറ്റിക്ക് കഴിയുന്നില്ല. പ്രവർത്തനങ്ങൾ: ഈ വർഷത്തെ ആദ്യ സർക്കിൾ സെമിനാർ കെട്ടി മെമ്മോറിയൽ ഗോസ്ബൽ ലൂതറൻ ചർച്ചിൽ വെച്ച് നടന്നു. സെമിനാറിൽ 11 പേർ പങ്കെടുത്തു. ഈ വർഷത്തെ ഭവന ആരാധന ഒരു വീട്ടിൽ നടത്തുവാൻ കഴിഞ്ഞു. അതിൽ 5 പേർ പങ്കെടുത്തു. കാണിക്കയായി 400 രൂപ ലഭിച്ചു. ഈ വർഷത്തെ സർക്കിൾ തല കൺവെൻഷൻ ജനുവരിയിൽ നടത്തുകയുണ്ടായി. അതിൽ സർക്കിൾ തലത്തിലെ എല്ലാ സഭകളിലെയും വിശ്വാസികൾ പങ്കെടുക്കുകയും വളരെ വിജയകരമായി നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. 2020 യുവജന സഖ്യ വരവ് ചിലവ് കണക്കുകൾ: ആകെ വരവ് 18,625 രൂപ, ആകെ ചിലവ് 17,452 രൂപ, നീക്കിയിരിപ്പ് 3,173 രൂപ. COVID-19 മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ മാർച്ച് 24 രാജ്യം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതിനു ശേഷം യുവജന സഖ്യം കൂടുവാനും പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുവാനും കഴിയുന്നില്ല. പല പരിമിതികളിൽ നിന്നുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ യുവജന സഖ്യം എല്ലാ പ്രവർത്തനങ്ങൾക്കും വഴികാട്ടിയും മാർഗനിർദ്ദേശങ്ങളും തന്ന സഭാ ശുശ്രൂഷകരും സഭാ കമ്മിറ്റി അംഗങ്ങൾക്കും യുവജന സഖ്യ പ്രസിഡന്റിനും മറ്റ് ഭാരവാഹികൾക്കും എല്ലാ അംഗങ്ങൾക്കും എല്ലാറ്റിനും ഉപരി സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. വരും വർഷത്തെ യുവജന സഖ്യ പ്രവർത്തനങ്ങൾ ഇതിലും ഭംഗിയായി നടത്തുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ റിപ്പോർട്ട് യോഗസംശം സമർപ്പിക്കുന്നു. സിംഗിൾ സോങ് സുശീല ദാസ്. ഹൃദയകുമാർ
ഗ്രൂപ്പ് സോങ് എക്സാൻഡർ. Thank you.
പേരുള്ള ക്രിസ് മാസ്റ്റർ റീത്ത ശശിധരൻ ബൈബിൾ ക്ലാസ് പാസ്റ്റർ. 26/2/2020 കൂടിയ വനിതാ സംഘ യോഗത്തിൽ 2020 വർഷത്തെ പ്രവർത്തനങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയും നടപ്പിലാക്കുകയും പദ്ധതികൾ സംബന്ധിച്ച് തീരുമാനിക്കുകയും ചെയ്തു. വനിതാ സംഘ യോഗം എല്ലാ മാസവും 4ാമത്തെ ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ വനിതാ സംഘ യോഗം കൂടി വരുന്നു. അംഗങ്ങൾ നൽകുന്ന ജ്ഞാനത്തോടുകൂടി യോഗം ആരംഭിക്കുകയും സെക്രട്ടറി ഖജാൻജി എന്നിവർ 3 മാസത്തെ യോഗ റിപ്പോർട്ടിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുകയും യോഗം അംഗീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് അംഗങ്ങൾ പാട്ട്, വേദപാഠവായന, ഉപന്യാസം, ചെറുകഥ എന്നിവ അവതരിപ്പിക്കുകയും ക്വിസ് മാസ്റ്റർ ക്വിസ് നടത്തുകയും പാസ്റ്റർ ബൈബിൾ ക്ലാസ് നടത്തുകയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ചയ്ക്ക് ശേഷം മധ്യസ്ഥ പ്രാർത്ഥനയുടെ യോഗം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. രജിസ്ട്രേഷൻ ഫീസ് 2020 വർഷത്തിൽ സംഘത്തിന് അംഗത്വം നേടുന്നതിന് 50 രൂപ രജിസ്ട്രേഷൻ ഫീസായി സ്വീകരിക്കുന്നു. ഈ വർഷം 20 അംഗങ്ങൾ സംഘത്തിൽ പ്രവർത്തിച്ചിരുന്നു. കാണിക്ക എല്ലാ മാസവും നടക്കുന്ന യോഗങ്ങളിൽ അംഗങ്ങളിൽ നിന്ന് കാണിക്ക ശേഖരിക്കുന്നു. ചാരിറ്റി ഫണ്ട് വനിതാ സംഘ യോഗങ്ങളിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി അംഗങ്ങൾ സംഭാവന നൽകുന്നു. ലേലം അംഗങ്ങൾ കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ ലേലം ചെയ്ത് തുക വനിതാ സംഘത്തിന് മുതൽ കൂട്ടുന്നു. ആരാധനയ്ക്ക് ശേഷം നടത്തുന്ന ലേലം കൂടാതെ 6/12/2020 ഈ വർഷത്തെ വാർഷിക ലേലം നടത്തുന്നതിനും സാധിച്ചു. ബിൽഡിംഗ് ഫണ്ട് സഭാ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഓരോ അംഗങ്ങളിൽ നിന്നും പ്രതിമാസം 50 രൂപ നിരക്കിൽ സ്വീകരിച്ച് സഭയുടെ ബിൽഡിംഗ് ഫണ്ടിലേക്ക് നൽകുന്നു. കോഴി വളർത്തൽ പദ്ധതി മുൻ വർഷങ്ങളിൽ നടത്തിയിരുന്നത് പോലെ ഈ വർഷവും കോഴി വളർത്തൽ പദ്ധതി നടത്തുന്നതിന് ദൈവം സഹായിച്ചു. 5 അംഗങ്ങൾ ഇതിന്റെ അംഗങ്ങളായി. സ്വയം തൊഴിൽ പദ്ധതി ഈ വർഷത്തിൽ സ്വയം തൊഴിൽ പദ്ധതി നടപ്പിലാക്കുകയും 12 അംഗങ്ങൾ ഇത് പരിശീലിക്കുകയും ചെയ്തു. കൈപുണ്യ പദ്ധതി ഈ വർഷം പുതുതായി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ അംഗങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുന്ന ഭക്ഷണസാധനങ്ങൾ ആലയത്തിൽ ലേലത്തിനായി കൊണ്ടുവരുന്നു. ലേലം ചെയ്ത് കിട്ടുന്ന തുകയിൽ നിന്നും ഭക്ഷണം തയ്യാറാക്കുന്നതിന് ചെലവായ തുക അംഗത്തിന് നൽകുകയും ബാക്കി വനിതാ സംഘത്തിൻ്റെതായി മുതൽ കൂട്ടുകയും ചെയ്യുന്നു. പദ്ധതി വിജയകരമായി നടത്തുന്നതിന് സംഘത്തിന് സാധിച്ചു. 7 അംഗങ്ങൾ ഇതിൽ പങ്കാളികളായി. ധനശേഖരണ പദ്ധതി പുതുതായി നടപ്പിലാക്കിയ ഈ പദ്ധതിയിൽ 12 അംഗങ്ങളായി. 250 രൂപ വീതം പ്രതിമാസം ശേഖരിക്കുന്ന ഈ പദ്ധതിയിൽ നിന്നും 1 മാസത്തെ അടവ് തുക വനിതാ സംഘത്തിന് ചേർക്കുകയും ബാക്കി തുക വർഷ അവസാന അംഗങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. പ്രാർത്ഥനാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ ഭവനങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥന നടത്തുന്നു. COVID-19 എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെട്ടുവെങ്കിലും ലഭിച്ച അവസരങ്ങൾ പാഴാക്കാതെ ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിക്കുന്നതിനും പ്രാർത്ഥനയ്ക്ക് അവസരം കണ്ടെത്തുന്നതിനും ദൈവം സഹായിച്ചു. പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനും മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിൽ ഒഴികെ യോഗം നടത്തുന്നതിനും സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. 2020 വർഷത്തിൽ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച എല്ലാ അംഗങ്ങൾക്കും ഞങ്ങൾക്ക് സഹായമായി പ്രവർത്തിച്ച സഭാ ശുശ്രൂഷകനും കമ്മിറ്റിക്കും വനിതാ സംഘത്തിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. 2020 വാർഷിക വരവ് ചെലവ് കണക്കുകൾ. വരവുകൾ മെമ്പർഷിപ്പ് 1000 രൂപ, ബിൽഡിംഗ് ഫണ്ട് 10800 രൂപ, ചാരിറ്റി ഫണ്ട് 730 രൂപ, കാണിക്ക 840 രൂപ, കൈപുണ്യ പദ്ധതി 4375 രൂപ, കോഴി വളർത്തൽ പദ്ധതി 8750 രൂപ, സ്വയം തൊഴിൽ പദ്ധതി 47500 രൂപ, ലേലം 1140 രൂപ, കാർഷിക ലേലം 705 രൂപ, പൗർണപ്രാർത്ഥന കാണിക്ക 700 രൂപ, ധനശേഖരണ പദ്ധതി 4750 രൂപ, സഭയിൽ നിന്ന് ലോൺ വാങ്ങിയത് 41000 രൂപ, കഴിഞ്ഞ വർഷത്തെ കുടിശ്ശിക ലഭിച്ചത് 1983 രൂപ. ആകെ 1,24,373 രൂപ വരവ്. ചെലവുകൾ കൈപുണ്യ പദ്ധതിക്ക് കൊടുത്തത് 2591 രൂപ, കോഴി വളർത്തൽ പദ്ധതിക്ക് 7000 രൂപ, സ്വയം തൊഴിൽ പദ്ധതിക്ക് 38,000 രൂപ, ധനശേഖരണ പദ്ധതി 2250 രൂപ, ലോൺ അടച്ചത് 41000 രൂപ, ബിൽഡിംഗ് ഫണ്ടിൽ അടച്ചത് 14,800 രൂപ. ആകെ 1,06,641 രൂപ ചെലവ്. നീക്കിയിരുപ്പ് 14,997 രൂപ. കിട്ടുവാനുള്ള തുക 7,375 രൂപ. പ്രതികൂല സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഞങ്ങളോട് കൂടെ ഇരുന്ന് കൈവച്ച് നടത്തിയ സർവശക്തനും സ്നേഹവാനുമായ ദൈവത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഇപ്പോൾ സിംഗിൾ സോങ് വിദ്യയല്ല. ഹൃദയമേ ദിവ്യ ഹൃദയമേ സ്നേഹാമി ജ്വാലതിങ്ങും തിരുഹൃദയമേ ജ്വാലതിങ്ങും ഹൃദയമേ ദിവ്യ ഹൃദയമേ സ്നേഹാമി
ഇപ്പോൾ ചെറുതര സുശീലാദാസ്. വിശിഷ്ടമായ ഒരു മരങ്ങളെ കുറിച്ച് നിങ്ങൾ പുസ്തകങ്ങളിൽ വായിച്ചിരിക്കുമല്ലോ. മാധ്യമം സർവ്വസാധാരണ ഈ സസ്യങ്ങൾ വൃക്ഷങ്ങളുടെ രാജാവായി വിശിഷ്ട ഗുണങ്ങൾ ഉള്ളവരായിട്ടാണ് വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുദേവന്റെ കാലത്ത് തന്നെ വിശുദ്ധ നാട്ടിലെ ഒരു പ്രധാന ഫലവൃക്ഷമായിരുന്നു ഒലിവ്. മനുഷ്യന്റെ വളർത്തു സസ്യങ്ങളിൽ ഏറ്റവും പുരാതനമായ ഒന്ന് മാത്രമേ ക്രിസ്തുവിനെ 500 വർഷങ്ങൾക്ക് മുൻപ് ഒലിവ് മരങ്ങൾ ഏഷ്യയുടെ പല ഭാഗത്തുമുള്ള കൃഷിത്തോട്ടങ്ങളിൽ ഫലവൃക്ഷമായി വളർത്തപ്പെട്ടിരുന്നുവെന്ന് ചരിത്രരേഖകൾ സൂചിപ്പിക്കുന്നു. കാഴ്ചയിൽ വളരെയേറെ ആകർഷമായ ഒലിവ് മരങ്ങൾ പല വിശിഷ്ട ഗുണവിശേഷങ്ങളും ഉളവായവയാണ്. അധികം പൊക്കമില്ലാതെ നാലുപാടും പടർന്ന് പന്തലിച്ച് വളരുന്ന ആ കുന്നിൻ ചെരുവുകളിലേക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ടാക്കുന്നു. മഞ്ഞുകാലത്തെ മറ്റു മിക്ക സസ്യങ്ങളിലും ഇലയില്ലാതിരിക്കുമ്പോൾ ഒലിവ് മരങ്ങൾ നല്ല ഒച്ചയായി തഴച്ചു കാണുന്നതാൽ അവ നിത്യജീവന്റെ പ്രതീകമായി കാണപ്പെടുന്നുണ്ട്. ഒലിവ് മരങ്ങളുടെ തടി എളുപ്പം കേടുകൂടാത്ത വിധം വളരെയേറെ കടുപ്പമുള്ളതാണ്. അതുമൂലം ഒലിവ് മരങ്ങളുള്ളത് ക്രിസ്തുദേവന്റെ കാലം മുതൽ വളരുന്ന അതിന് 2000 വർഷത്തിലേറെ പ്രായമുള്ളതായി കാണപ്പെട്ടിരിക്കുകയാണ്. ഓർത്തു നോക്കൂ, ക്രിസ്തുദേവൻ തന്റെ അന്ത്യ പ്രാർത്ഥനയ്ക്കായി വികസനത്തോട്ടത്തിൽ പോയപ്പോൾ അവിടെ ഒരു തൈച്ചെടിയായി വളർന്നു നിന്നിരിക്കാം. അദ്ദേഹം അതിൻ്റെ ഇളം ശിഖരങ്ങളിൽ ഒലിവിലയ്ക്ക് പ്രത്യേക വൈശിഷ്ട്യമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗത്തും ഒലിവില ഇന്നും സാധാരണ സമാധാനത്തിൻ്റെയും വിജയത്തിൻ്റെയും അടയാളമാണ്. പണ്ട്
അത് മുഖ്യ സന്ദേശമാണ് നമ്മുടെ അടുത്ത് അതിഥിയായിട്ട് വന്നിരിക്കുന്ന എക്സഗോണം ലൂതറൻ ചർച്ചിലെ ശുശ്രൂഷകനായിരിക്കുന്ന റവറൻഡ് W. ലിവിൻസ്റ്റൺ അച്ഛൻ ഇപ്പോൾ നമ്മോട് വചനം സംസാരിക്കും. നമ്മുടെ പിതാവായ ദൈവത്തിനും അവന്റെ പുത്രനും നമ്മുടെ ഏകരക്ഷാവായ യേശുക്രിസ്തുവിനും സമാധാനവും ആമേൻ. കാറ്റാടി ലൂതറൻ സഭയുടെ 2020 വാർഷിക യോഗത്തിന് എന്നെ ക്ഷണിച്ച ഈ സഭയിലെ ശുശ്രൂഷ, ഈ സഭയിലെ സഹോദരങ്ങൾ, ഈ സഭയിലെ വിശ്വാസികളാണ് ദൈവനാമത്തിന് സ്നേഹമാണ്. 25 വർഷങ്ങൾ പുറകിലോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ഈ പടിയിൽ കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ അടുക്കൽ വരുവാൻ അതിഥിയായിട്ടല്ല, ഈ സഭയുടെ അംഗമായിട്ട് വരുവാനുള്ള സാധിച്ചത് ഞാൻ ദൈവത്തിന് നന്ദിയാണ്. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിച്ചുകൊണ്ട് ഞാൻ വളരെ ദീർഘിപ്പിക്കുന്നില്ല, എങ്കിലും ദൈവവചനത്തിൽ അല്പകാര്യങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുക. ഇന്ന് ഈ ആലയത്തിന് രാവിലെ വന്ന് ആരാധനയിൽ പങ്കെടുത്ത ആൾക്കാരാണ് നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കട്ടെ. രാവിലെ ആലയത്തിൽ വായിച്ച സങ്കീർത്തനം ഏതാണ് എന്ന് കൈവരുത്തി ആർക്കെങ്കിലും പറയാം. 17 എന്നുള്ളത് കൈകൊടുക്കുക. 117 എന്നുള്ളത് കൈകൊടുക്കുക. 117 അത്ര സംഗീതമാണ് വായിച്ചു എന്നുള്ളത് കൈകൊടുക്കുക. സുധീഷോടെ ഇല്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനിവിടെ വന്നപ്പോ നിങ്ങളുടെ സംഗീതത്തിൽ മാറ്റി 111 എന്നുള്ളത് 117. 111 ശരി. ഓക്കെ. ഞാൻ അതിന് കാര്യത്തിന് വേണ്ടി കാര്യം നമ്മൾ അധികം ഉണ്ടെങ്കിൽ വരുന്നത് ഒരുപക്ഷെ മാർക്കുകൾ ഇടാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ മാറ്റിയത്. 111 സംഗീതമാണ്. അത് 377 പാട്ടാണ് അവസാനം പാടിയത്. ആ 7 ഞാൻ മാറ്റി 117 ഞാൻ നിങ്ങളുടെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി എടുത്ത സങ്കീർത്തനം ആ വേദഭാഗം തന്നെയാണ്. 111 സങ്കീർത്തനം, അതിന്റെ 11ാമത്തെ വചനം. 117 സങ്കീർത്തനം 11ാമത്തെ വചനം. ആരെങ്കിലും കാണാതെ പറയുകയും കുട്ടികൾ പറയുക. യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുള്ള. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന ദൈവപരിശുദ്ധത്തിലാണ്. ഒരിക്കൽ കൂടി തിരുവചനം ചിന്തയ്ക്ക് വേണ്ടി നൽകിയ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. നന്മകൾ നൽകണമേ. ഈ വചനം ഞങ്ങളുടെ കാലം ദീപോപാധിക്ക് പ്രകാശം. ഈ വാർത്തയുടെ ഞങ്ങളുടെ സഭയ്ക്ക് നൽകുന്ന ഏറ്റവും നല്ല സന്ദേശവുമായി തീരുമാനിക്കണം. അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ നിറയ്ക്കണം. തിരുകൃപ കൂടെ ചെയ്യണം. ക്രിസ്തീശുമണികൾ പ്രാർത്ഥനയ്ക്ക് പിതാവേ ആമേൻ. യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭമാവുന്നു, അവയെ ആചരിക്കുന്നവന് നല്ല ബുദ്ധിയുള്ള. എന്നോട് അച്ഛൻ പറയുന്ന 3 സംഘടനയിൽ പ്രമുഖമായ വാക്യമാണ്. അതുകൊണ്ട് 3 സംഘടനയ്ക്കും അനുയോജ്യമായ സന്ദേശം നൽകണം എന്നാണ്. സൺഡേ സ്കൂളിൽ തുടങ്ങി യോഗത്തിൽ കൂടി വനിതാ സംഘത്തിലേക്ക് പോകാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെടുത്തത്. യഹോവയ്ക്ക് ജ്ഞാനത്തിന് ആരംഭമാവുന്നു, ബാലം നടക്കുന്ന വഴിയാതെ വൃദ്ധരായ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഏതൊരു സമൂഹത്തിലെയും അടിത്തറയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ആവശ്യമാണ്. ഇവിടെ പറയുന്നത് യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞത്? അത് നമുക്ക് ആദ്യമായിട്ട് പറയുന്നത് അറിയാം, ദൈവത്തെ കുറിച്ചുള്ളതാണ്. ദൈവത്തെ കുറിച്ച് എന്താ അറിയുന്നത്? ദൈവത്തെ എങ്ങനെ അറിയാൻ പറ്റുന്നു? ദൈവത്തെ എങ്ങനെ അറിയാം? ഇവിടെ ദൈവത്തെ ഇവിടെ ഒന്നുമില്ല, എനിക്ക് കാണിക്കാറില്ല. സങ്കല്പിക്കാം, നല്ല ഒരു കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അലുവ വച്ചിരിക്കുന്ന വയ്ക്കുക. ഒരു 5 കിലോ അലുവ. ആദ്യം അലുവ ഇഷ്ടമുള്ള എല്ലാവരും ഇഷ്ടം അലുവ വച്ചിരിക്കുക. അതെങ്ങനെയാണ് നല്ലത് എന്നറിയുന്നത്? അതിനെ എടുത്ത് തിന്നുന്നു. ദൈവത്തെ കുറിച്ച് അറിയുന്നതും അങ്ങനെയാണ്. സങ്കീർത്തനം 34-ാമത്തെ സങ്കീർത്തനം 10-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവ നല്ലവൻ എന്ന് രുചിച്ച് അറിയുന്നു. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ കുറിച്ചുള്ള അറിവ് നൽകേണ്ടത് ആവശ്യമാണ്. എന്താണ് വീട്ടിൽ ഞാൻ ചോദിക്കുന്നത്? എന്താണ് അറിവ് എന്ന് പറയുന്നത്? എന്താണ് ജ്ഞാനം? എന്താണ് അറിവ്? അറിവിന് വേണ്ടിയാണ് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നത്, അറിവിന് വേണ്ടിയാണ് പഠിക്കുന്നത്, അറിവിന് വേണ്ടിയാണ് പുസ്തകം വായിക്കുന്നത്, അറിവിന് വേണ്ടിയാണ് ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് അറിവ് എന്ന് പറയുന്നത്? മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് യേശു കർത്താവിന്റെ ജന്മവുമായിട്ട് ബന്ധപ്പെട്ട ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ നമ്മൾ ചില വ്യക്തികളെ കാണും. അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പണ്ഡിതന്മാർ, വിദ്വാൻമാർ എന്നാണ്. വിദ്വാൻമാർ എന്ന് പറയുന്നത് എന്താണ്? ജ്ഞാനികൾ എന്ന് വേണമെന്ന് നമുക്ക് പറയാം, അറിവുള്ളവർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? ഞാനിങ്ങനെ മൈക്കിലൂടെ പറഞ്ഞു പോകരുത്. നിങ്ങളിൽ നിന്നും എനിക്ക് മറുപടി കിട്ടിയെങ്കിൽ അപ്പോൾ ഞാൻ കൂടുതൽ പ്രസംഗിക്കും. കാര്യം നിങ്ങൾ പറയാനുള്ളത് ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എളുപ്പം മതിയാണ്. ആരാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ച്, അല്ലെ, ഡിഗ്രി എടുത്ത, PG എടുത്ത, പിന്നെ ഡോക്ടറേറ്റ് എടുത്ത, അങ്ങനെ പോകുന്ന വ്യക്തികളെ നമുക്ക് ജ്ഞാനികൾ, പണ്ഡിതന്മാർ എന്നൊക്കെ പറയാം. ഇവിടെ അങ്ങനെ ആ ഗണത്തിൽപ്പെട്ട ചില വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ 3 പേരെന്ന് പറയുന്നു. യേശുവിനെ കാണുവാനായിട്ട് കിഴക്കിലേക്ക് 3 വിദ്വാൻമാർ വന്ന് ആ യേശുവിനെ മൂലം കാഴ്ച വച്ചു എന്ന് പറഞ്ഞത് ജ്ഞാനികളാണ്. ശരിയാണ്, അവർ ജ്ഞാനികളാണ്. അവർ ജ്യോതിശാസ്ത്രത്തിൽ നല്ല അഗാധമായ പാണ്ഡിത്യമുള്ളവരാണ്. അവരെ നക്ഷത്രങ്ങൾ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക നക്ഷത്രം കാണുകയും അതിനെക്കുറിച്ചുള്ള പഠനത്തിൽ അവർ കണ്ടെത്തിയത് ഈ ലോകത്ത് അത്ഭുതകരമായ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്നാണ്. അങ്ങനെ അവർ രാജാവിനെ കാണുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. നല്ലതോ? രാജാവിനെ കാണുവാൻ വേണ്ടി അവര് കിഴക്കിൽ നിന്നും പുറപ്പെട്ടു. അതിലൊരാള് ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് കുന്തിരിക്കം കൊണ്ടുപോയെന്ന് പറയുന്നത്. ഇന്ത്യയിലാണ് കുന്തിരിക്കം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ പോയാണ് കുന്തിരിക്കം കൊണ്ടുപോയത് എന്ന് പറയുന്നത്. ഏതായാലും കിഴക്കിൽ നിന്ന് 3 പേര്, അല്ല വിദ്വാൻമാർ, പണ്ഡിതന്മാർ, ഞാൻ 3 സംഖ്യ ഇടുന്നു, പണ്ഡിതന്മാർ യേശുവിനെ കാണുവാനായിട്ട് പോയി. അവർ പണ്ഡിതന്മാരാണ്, അല്ലെ? അപ്പൊ അവരുടെ പാണ്ഡിത്യം കൊണ്ട്, അവരുടെ പഠനം കൊണ്ട്, നിരീക്ഷണങ്ങൾ കൊണ്ട് അവർ കണ്ടെത്തിയതാണ് ഈ പ്രത്യേക നക്ഷത്രം. അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു രാജാവിന്റെ ജന്മത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട്. അവർ യാത്ര ചെയ്യുകയാണ്. ഈ നക്ഷത്രത്തെ നോക്കി അവർ യാത്ര ചെയ്യുന്നു. യേശു പൈതരുന്ന സ്ഥലത്തേക്ക് ആണ് അവരുടെ യാത്ര. പക്ഷെ അവരുടെ ജ്ഞാനം അവരെ വഴിതെറ്റിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവരുടെ അറിവ് അവരെ വഴിതെറ്റിക്കുന്നത് നമ്മൾ കാണുകയാണ്. ആണോ? അവരുടെ അറിവ് എന്ന് പറയുന്ന ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. അത്ഭുതകരമായ ജനിച്ചിരിക്കുന്നു. ആ രാജാവിനെ കാണുവാനാണ് പോയത്. അവരുടെ ചിന്ത എന്ന് പറയുന്ന രാജാവിനെ കാണുള്ളൂ, രാജകൊട്ടാരത്തിനെ ഉണ്ടാകും. അവരുടെ അറിവ് അവരെ അങ്ങോട്ട് നയിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നത്, യഹോഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. എന്തുമാത്രം ഭൗതികമായ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അറിവ് ഉണ്ടെങ്കിലും അത് സാക്ഷാത്കരിക്കണമെങ്കിൽ അറിവ് ശരിയായ അറിവായി മാറണമെങ്കിൽ അവന് ദൈവഭക്തി ആവശ്യമാണ് എന്ന് നമുക്ക് കാണുവാനായി സാധിക്കണം.
ഞാൻ വന്നു. അദ്ദേഹം പറഞ്ഞതാണ് ഈ ലോകത്തില് മൂലച്ഛനെ സംഭവിക്കുവാനുള്ള ഒരു കാരണം ദൈവജനം ദൈവവചനത്തിൽ നിന്ന് ജനം ദൈവവചനത്തിൽ അകന്നു പോയത് കൊണ്ടാണ് എന്നാണ്. ദൈവജനം ദൈവവചനത്തിൽ അകന്നു പോയത് കൊണ്ടാണ് ഈ ലോകത്തിന്റെ മൂലച്ഛുതിക്ക് കാരണമായി തീർന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭം. അവിടെ നമ്മളെ ഈ പറഞ്ഞ പോലെ കിഴക്കുന്നു 3 പേര് അല്ലെങ്കിൽ ആ വിദ്വാൻമാരെ നമ്മൾ കണ്ടു. അവരെ എന്ത് ചെയ്തു? രാജാവിന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവിടെ അറിവ് നിമിത്തം എന്താ സംഭവിച്ചത്? അവിടെ അറിവ് നിമിത്തം എന്താ സംഭവിച്ചത്? അവിടെ ഉണ്ടായിരുന്ന 2 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നു തന്നല്ലോ. എന്നാൽ വേറൊരു കൂട്ടരെ നമ്മളൊന്ന് കാണുകയാണ്. യേശു ജനിച്ച രാത്രിയിൽ നമ്മൾ വേറൊരു കൂട്ടരെ കാണുകയാണ്. അവർക്ക് അത്ര അറിവൊന്നുമില്ല. അവരെ കുറിച്ച് പറയുന്ന ആട്ടിടയന്മാർ നമ്മൾ വളരെ വളരെ ലാഘവത്തോട് പറഞ്ഞു കഴിയുന്ന ഒരു കൂട്ടുകാരാണ് ആട്ടിടയന്മാർ, അല്ലെ? ആട്ടിടയന്മാർ. ഈ ആട്ടിടയന്മാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആടുകളെ മേയ്ക്കുന്നവരാണ്. ആടുകളെ മേയ്ക്കുന്ന നമ്മളെ പോലെ 1-2 ആടുകളല്ല, ആയിരക്കണക്കിന് ആടുകളെ മേയ്ക്കുന്ന വ്യക്തികളാണ് ഈ ആട്ടിടയന്മാർ എന്ന നമ്മുടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അർത്ഥം. ഈ ആട്ടിടയന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവർക്ക് നല്ല മണമാണ്. ആരുടെ മണം എല്ലാവർക്കും ഇഷ്ടമാണ്. ആടിന്റെ മണം. ഇത് ആത്മീയതയിലാണ് താമസിക്കുന്നത് ഏത് സമയത്തും. അതുകൊണ്ട് തന്നെ ആ ഒരു ഗന്ധം അവർക്കുമുണ്ട്, ആടിന്റെ ഒരു നാറ്റം അവർക്കുമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് പട്ടണത്തിനുള്ളിലേക്ക് അല്ലെങ്കിൽ സാധാരണ ആൾക്കാരുടെ ഇടയിൽ വന്ന് നിങ്ങൾ ചെയ്യുവാനായിട്ട് ഇടപെടുവാനായിട്ട് സാധിക്കണം. നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്? എന്താണ് ഈ ആട്ടിടയന്മാർ എവിടെ താമസിക്കുന്നതായി സമയത്ത് യേശു കർത്താവിന്റെ ജനസമേതം അവർ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത എന്ന വീട്ടിന് വെളിയിലാണ്. പിന്നെ പട്ടണത്തിന് വെളിയിൽ. പട്ടണത്തിനാണ് നമുക്ക് പഴയ പട്ടണം നമുക്കിവിടെ പറയാനുണ്ട്. ഒന്ന് കേക്കോട ആണ് പഴയ പട്ടണം. ആ പട്ടണത്തിനുള്ളിലാണ് ആൾക്കാർ താമസിക്കുന്നത്. വെളിയില് കാടായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അനന്തകാട് എന്നൊക്കെ പറയുന്ന കാടായിരുന്നു. അപ്പൊ അതെല്ലാം പട്ടണമായി മാറിയതുമല്ലോ. ഇതുപോലെ തന്നെയാണ് പട്ടണത്തിനുള്ളിൽ എന്ന് പറയുന്നത്. കോട്ടയും ഗേറ്റും ഒക്കെയുള്ള പട്ടണത്തിനുള്ളിലാണ് ആൾക്കാർ താമസിക്കുന്നത്. പക്ഷെ ഇവരെ പട്ടണത്തിന് വെളിയിലാണ് ആക്കിയിരിക്കുന്നത്. അവർക്ക് പട്ടണത്തിനുള്ളിൽ വരാൻ പറ്റില്ല. അവർ ബന്ധുക്കളുടെ കല്യാണത്തിന് പോകില്ല. അങ്ങനെയുള്ള ഒരു ബന്ധവും ഇവർക്ക് ഇവരെപ്പോഴും ആടുമായിട്ട് വെളിയിലാണ്. അങ്ങനെയുള്ളവരുടെ അടുക്കിലേക്ക് ചെന്ന ദൂതൻ പറയുകയാണ്, ഭയപ്പെടേണ്ട, സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിപ്പിക്കുന്നു. എന്താണ്? ക്രിസ്തു എന്ന രക്ഷാകൻ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്താ ചെയ്തവര്? ഈ ആട്ടിൻകൂട്ടം നമുക്ക് പരിമിതികളുണ്ട്. ആട്ടിൻകൂട്ടത്തെ നോക്കണം. ആദ്യം ചെന്നായിൽ നിന്നൊക്കെയും മോഷാക്കിൽ നിന്നൊക്കെയും കാത്തു സൂക്ഷിക്കണമെങ്കിലും ഇവർ നേരെ എന്ത് ചെയ്തു? യേശു കർത്താവിന്റെ അടുക്കലേക്ക് ഓടിപ്പോകും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ചിന്തിക്കുക, എന്താണ് അറിവ്, എന്താണ് ബുദ്ധി, എന്താണ് ജ്ഞാനം? ദൈവത്തിന്റെ സുവിശേഷം അല്ലെങ്കിൽ ആ രക്ഷ കാണുവാൻ തരണം ഈ ലോകത്തിന്റെ അറിവുകൾക്ക് ചില പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ എങ്ങനെയാണ്? യേശു ഞാനൊരു നല്ല മനുഷ്യനെ കാണുന്നു. യേശു ഈ കാലത്ത് ജീവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവന്റെ ശിഷ്യരാകുമെന്ന് സ്വാമി വിവേകാനന്ദൻ യേശു ഈ നൂറ്റാണ്ടില് ജീവിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സ്വാമി വിവേകാനന്ദന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ഞാൻ അവന്റെ ശിഷ്യൻ ആകുമായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ. ശിഷ്യൻ എന്ന് പറയുന്നത് വലിയൊരു ഗുരുവായിട്ട് മാത്രമാണ് ആര് കാണുന്നത്? വിവേകാനന്ദൻ കണ്ടത്. അതുപോലെ തന്നെ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞെങ്ങനെയാണ്? യേശു ഞാനൊരു നല്ല മനുഷ്യനെ കാണും. യേശു ഞാനൊരു നല്ല മനുഷ്യനെ കാണും. ഇങ്ങനെ പലരും അറിവുള്ള പലരും യേശുവിനെ സമീപിച്ചത് ഈ രീതിയിലായിരുന്നു. പക്ഷേ ആ രീതിയിൽ നിന്ന് മാറി ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മോട് പറയുന്നതുകൊണ്ടാണ് യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭം ആവുന്നു. അവയെ ആദരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നല്ല പാതയിലേക്ക് സൺഡേ സ്കൂളിലേക്ക് പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ അവരെ കുറിച്ച് ദുഃഖിക്കേണ്ടതില്ല. അവരുടെ ഭാവി അനുഗ്രഹമായിരിക്കും എന്നുള്ളതിൽ ഏതൊരു സംശയമില്ല. അവർ വളരുകയാണ്. ഈ കുഞ്ഞുങ്ങൾ വളരുകയാണ്. വളർന്നവരെ യൗവനക്കാരാകണം, അല്ലെ? യൗവനക്കാരാവുന്ന സമയത്ത് ഞാൻ നേരത്തെ
പറഞ്ഞില്ലേ യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭം ബാലം നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കാം. അപ്പൊ ബാലം നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിച്ച് നമ്മൾ യൗവനത്തിലേക്ക് കടത്തി വരുന്ന സമയത്ത് പ്രായത്തിൻ്റെതായ പല പ്രശ്നങ്ങളും അവരുടെ ജീവിതത്തിൽ വരുമെങ്കിലും അതിനപ്പുറമായിട്ട് അവരെ ഭക്തി നടത്തുന്ന ഒന്നുണ്ട്. അവരുടെ വചനം അവർക്ക് ഉണ്ടാകും. ഉൽപ്പത്തി പുസ്തകത്തിലെ ഞാനൊരു യുവാവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം, ഒരു യൗവനക്കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വചനം വായിച്ചാൽ വളരെ ഉപകാരമായിരിക്കും. ഉൽപ്പത്തി പുസ്തകം 39-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വചനം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവന്റെ ഭാര്യ ആകിയാൽ നിന്നെ അല്ലാതെ മറ്റു യാതൊന്നിനും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല. യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടില്ല. അടുത്ത അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച യഹോവയ്ക്ക് പാപം ചെയ്യുന്നത് എങ്ങനെ? ഒരു വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുക, ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ആ മനുഷ്യൻ ഒരു അടിമയാണ്, അല്ലെങ്കിൽ വേലക്കാരനാണ്. ആ വേലക്കാരൻ എന്ന് പറയുന്നത് ആ വേലക്കാരനെ സംബന്ധിച്ച് ആ വീട്ടിലുള്ള എല്ലാം അവന്റെ കയ്യിലാണ്. യജമാനന്റെ ഭാര്യ ഒഴിച്ച ബാക്കി എല്ലാം അവനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. യജമാന്റെ ഭാര്യ അവനെ ഒരു തെറ്റിന് വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഈ സമയത്ത് അവൻ പറയുന്നത് എങ്ങനെയാണ്? എന്താണ്? അതുകൊണ്ട് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്ന എങ്ങനെ? ഒരു തെറ്റ് ചെയ്ത ആരോടെ പാപം ചെയ്യുന്നത്? ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? യൗവനങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് വളരെയധികം അവസരങ്ങൾ ഈ ലോകത്തിൽ ലഭിക്കുന്നുണ്ട് അല്ലെ? വളരെയധികം കൂട്ടുകെട്ടുകളുണ്ട്, വളരെയധികം അവസരങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കാൻ ലഭിക്കുന്നുണ്ട്. സഭാപ്രസംഗി ഇങ്ങനെയാണ് പറയുന്നത്. 11-ാം അധ്യായത്തിന്റെ അവസാനം 12-ാമത്തെ ആദ്യ ഭാഗത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: യൗവനക്കാര, നിന്റെ യൗവനക്കാരത്ത് എന്താ പറയുന്നത്? കരയാൻ പറയുന്നു. പിന്നെ യൗവനകാലത്തിന്റെ യൗവനകാലം സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, നിന്റെ യൗവനത്തിൽ ബോധിച്ച പോലെയൊക്കെ നടന്നുകൊള്ളുക അല്ലെ, ഇഷ്ടം പോലെയൊക്കെ ജീവിച്ചു കൊള്ളുക. പക്ഷേ ഇത് നിമിത്തം നീ എത്തപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇഷ്ടംപോലെ ജീവിക്കുവാനും നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ജീവിച്ചാൽ നിന്റെ ജീവിതത്തിന് എന്ത് പറ്റും? പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് യൗവനക്കാരൻ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളാൻ പറഞ്ഞത്. ഇവിടെ യൗവനക്കാരനായിരിക്കുന്നത് ജോസഫ് ദൈവത്തെ നോക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ വീട്ടില് വലിയ ഉദ്യോഗത്തിൽ ഇരിക്കുന്ന, അല്ലെങ്കിൽ ആ വീട്ടിന് ആകമാനം കാര്യസ്ഥനായിരിക്കുന്ന ജോസഫ് പറയുകയാണ്, ഞാൻ ഈ പാപം ചെയ്ത്, ഞാൻ ആരുടെ പാപം ചെയ്താൽ ഇത് ചെയ്ത് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ പഠിക്കുന്ന കുട്ടികളായിരിക്കാം, പല ഭാഗങ്ങളിൽ ജീവിക്കുന്നവരായിരിക്കാം, വീട് വിട്ടൊക്കെ. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ യൗവനക്കാരായ നിങ്ങളെ കണ്ടില്ലായെന്നവരും നിങ്ങളുടെ സഭയിലുള്ള ആരും കണ്ടില്ലാന്നവരും, പക്ഷേ അവിടെയൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ചെയ്യുന്നത് പുകവലിക്കുന്ന ആളുകൾ അങ്ങനെ, കഞ്ചാവ് വലിക്കുന്ന ആളുകൾ അങ്ങനെ, മദ്യപിക്കുന്ന ആളുകൾ അങ്ങനെ, കമ്പനിക്ക് വേണ്ടി മദ്യപിക്കുന്ന ആളുകൾ അങ്ങനെ, അല്ല ക്ലാസ് കെട്ടിയത് സിനിമയ്ക്ക് പോയാൽ അത് അങ്ങനെ, ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇത് ചെയ്ത വീട്ടുകാരോട് പറയാതെ ഇത് ചെയ്ത ഞാൻ എന്റെ ദൈവത്തോട് എങ്ങനെ പാപം ചെയ്യുമെന്ന് ഓരോരുത്തരും ചോദിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പാലം നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. വൃദ്ധനായാലും വിട്ടുമാറിയില്ല. യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. യഹോവയ്ക്ക് ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഒരു ഭവനത്തെ കെട്ടിപ്പടുക്കുന്നതിന് സ്ത്രീകൾക്ക് വളരെയധികം വലിയ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്താണ് സ്ത്രീയുടെ റോൾ ഈ സമൂഹത്തിൽ? സഭയുടെ എന്താണ്? വനിതാ സംഘത്തിന്റെ റോൾ. ഞാനിന്ന് റിപ്പോർട്ട് വായിച്ചപ്പോഴത്തേക്ക് ഒരുപക്ഷെ എന്റെ പള്ളിയെ വാർഷിക വരുമാനത്തേക്കാൾ വരുമാനം നിങ്ങളുടെ വനിതാ സംഘത്തിലുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. 1 ലക്ഷത്തിൽ അല്ലേ? എന്നാൽ 1 ലക്ഷത്തിൽ വരെ 1,14,000 അല്ലേ? എങ്ങനെ പോലെ എമൗണ്ട് വായിക്കണം? 1,24,000 അധികം
ഒറ്റ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം ഈ 14-ാമത്തെ വചനം വായിക്കാം. യാക്കോബിന്റെ മകനായ യൂദ ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരും കൂടെ ഒരുമനപ്പെട്ട പ്രാർത്ഥന കഴിച്ചു പോന്നു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കും. സ്ത്രീകളുടെ ഏറ്റവും വലിയ ശക്തി ഇന്ന് സഭയ്ക്ക് ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏറ്റവും ഇന്നൊരു പക്ഷേ നമ്മുടെ സഭ നിലനിൽക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം. നിങ്ങളുടെ വീടുകൾ ഭവനങ്ങൾ തകർന്നു പോകാതെ ഈ COVID-19 സാമ്പത്തിക ഞെരുക്കങ്ങളിലൊക്കെ നിൽക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആയിരിക്കണം. വളരെയധികം സഭകളുടെ ചെയ്യുവാനുണ്ട് എന്നുള്ള ഒരു സംശയം കമ്മിറ്റിക്കാരോ എന്റെ വലതു വെച്ചിരിക്കുന്ന പുരുഷന്മാരൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും വചനത്തിന്റെ അടിസ്ഥാനം ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, നിങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം ദൈവം നൽകിയിരിക്കുന്നു. നിങ്ങളെ കണ്ടുകൊണ്ടാണ് യേശു കർത്താവ് കരുതുന്നത്. എന്താ എങ്ങനെ കരുതുന്നത്? നിങ്ങൾ എന്നെ ചൊല്ലി യെരൂശലേം പുത്രിമാരെ നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും കുറിച്ച് കരയും. അമ്മമാരെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ദൈവസഭയുടെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അമ്മമാര് തങ്ങളുടെ സഭയ്ക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അമ്മമാര് സമൂഹത്തിന് വേണ്ടി, വീടിന് വേണ്ടി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അവരുടെ പ്രാർത്ഥന വൃഥമായി പോകില്ല എന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളോട് പറയുക. ഒരിക്കൽ യേശു കർത്താവ് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവിടെ ഒരു കണ്ണു കാണാൻ പാടില്ലാത്ത ഒരു മനുഷ്യൻ ഇരിക്കുക. ആ മനുഷ്യന്റെ പേരെന്തോ അടുത്ത ആഴ്ച അച്ഛനൊരു പൈസ വാങ്ങിച്ചത്. ഞാനല്ല അച്ഛനോട് പൈസ വാങ്ങിക്കുന്നത്. അത് അച്ഛൻ കൊടുക്കേണ്ടില്ല, നാളെ പോകുന്നില്ല. ഓക്കെ, അപ്പോ നിലവിളിക്കുന്നു യേശു. അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? അവൻ നിലവിളിച്ചിട്ട് യേശു കടന്നു അല്ലെ, അവിടെ നിൽക്കുന്നില്ല, യേശു പൊയ്ക്കൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർക്ക് ആ യേശുവിനോട് പറയുകയാണ്, അവൻ അധികമായിട്ട് നിലവിളിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട്. ഇതുപോലെ വേറൊരു സ്ത്രീയുടെ കാര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു സ്ത്രീയെ അവിടെ കുറിച്ച് പറയുന്നത് കനാന്യ സ്ത്രീ എന്നാണ്. കനാന്യ സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, എന്റെ മോക്ക് ഭൂതവും കഠിനമാണ്, അവളെ രക്ഷിക്കണം. യേശു പറഞ്ഞെന്താണ്? യേശു പറയുകയാണ്, ഇസ്രായേൽ മക്കൾക്ക് ഉള്ള അപ്പം എടുത്ത് നായ്ക്കുട്ടിയൊക്കെ പട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഇഷ്ടമല്ല. ഞാനാണെങ്കിൽ അത്രയ്ക്കാവുന്ന പോയത് എന്റെ പട്ടിയെന്ന് വിളിച്ചവർക്ക് ഞാൻ പോയി. പക്ഷെ അവൾ അതൊന്നും ഭാവിക്കുന്നില്ല അല്ലേ. അവളുടെ കരത്തിൽ, അവളുടെ നിലവിളി യേശു കേട്ടോ, അവളുടെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകുന്നത്, നിന്റെ വിശ്വാസം വലിയത, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ അമ്മമാരെ, നിങ്ങൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ശക്തിയാണ് എന്ന് പറയുവാൻ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. നിങ്ങൾ ഏറ്റവും നന്നായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും വിജയകരമായി തീരട്ടെ. പ്രത്യേകിച്ച് പ്രിയ സഹോദരൻ, പ്രിയ അച്ഛൻ മനോജന്റെ ഇവിടെയുള്ള പ്രവർത്തനം, നിങ്ങളുടെ മിഷൻ പള്ളിയുടെ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം, അതുപോലെ കളത്തുകാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നന്നായിട്ട് 2021 ഏറ്റവും നല്ല ഒരു വർഷമായി ഈ സഭയ്ക്ക് ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നെ വിളിച്ചാൽ ഒരിക്കലും എല്ലാവർക്കും നല്ല കരുതുന്നു, വിരമിക്കുന്നു. സകല ബുദ്ധിയെക്കുന്ന ദൈവസമാധാനത്തിന്റെ പ്രത്യേകതയിൽ നിങ്ങളോട് നിശ്ചയിക്കുന്നു കാരണമാകട്ടെ. ആമേൻ. സഭാധ്യക്ഷൻ, നമുക്ക് ഇന്ന് പ്രത്യേക ഈ സഭയിലെ വിശ്വാസികൾക്ക് എല്ലാവർക്കും
ആചരിക്കുന്നുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഊണും ഒക്കെ വളരെ നല്ല രീതിയിൽ നടത്തുവാൻ സാധിച്ചു. ഈ വർഷം ഇങ്ങനെ പോലെ ഒരു വാർഷികം നടത്തും എന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല. ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് വരെ ഇതിങ്ങനെ നടത്താൻ പറ്റുമെന്ന് തന്നെ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. എങ്കിലും ഇത്രയും മനോഹരമായി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് ഇത് ക്രമീകരിക്കുവാനും ഇത് ഇവിടെ നടത്തുവാനും നമ്മളെ അനുവദിച്ച കടന്നു വരാൻ അനുവദിച്ച സർവശക്തനായ ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കുന്നു. അടുത്തതായി നമ്മുടെ ഈ സഭയുടെ അധ്യക്ഷപദം വഹിക്കുന്ന ഈ സഭയുടെ അച്ഛനാണ് RS മണ്ഡലത്തിന്. നമ്മൾ ഈ ഇങ്ങനെ ഒരു ആലോചന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോൾ അതിന് വേണ്ട പ്രോത്സാഹനവും അതിന്റെ മാർഗനിർദ്ദേശങ്ങളും നമ്മളെ അതിന് പ്രാപ്തരാക്കിയ RS മണ്ഡലത്തിന് ഈ സഭാ കമ്മിറ്റിയുടെയും എന്റെയും പേരിലുള്ള നന്ദി. അടുത്ത ഈ സംഘടനയുടെ വാർഷികത്തിന് നമുക്ക് പ്രത്യേക ദൂത് നൽകാൻ നൽകിയ അച്ഛനാണ്. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ഈ സഭയുടെ ഒരു അംഗമായിരുന്നു. പിന്നെ അച്ഛൻ പട്ടത്തിൽ പോയി പഠിച്ചു. സഭയിൽ പിന്നെ ചെയ്യുന്നു. നമ്മളിങ്ങനെ ഒരു മീറ്റിംഗ് ആലോചിച്ചപ്പോൾ തന്നെ നമ്മുടെ സഭയിൽ നിന്ന് പൗരോഹിത്യത്തിലേക്ക് പോയ 2 പേരിൽ പേര് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതിലൊന്ന് നമ്മുടെ സഭാംഗമായ നമ്മുടെ സുജിത് ബസ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ഒരു കൺവെൻഷൻ യോഗത്തിൽ അദ്ദേഹത്തെ വിളിക്കുകയുണ്ടായി. അന്ന് 2 പേർക്ക് അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നതല്ല. അതിന് ശേഷമാണ് വിശേഷത്തിന് വിളിക്കണമെന്ന് അന്നേ ഒരു തീരുമാനം ഉണ്ടായിരുന്നത്. പ്രകാരമാണ് വിശേഷത്തിന് വിളിക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചത്. അത് ഇന്ന് ഞായറാഴ്ച എല്ലാവർക്കും അറിയാം. ഞായറാഴ്ച ഒരു പ്രവചനം എത്രമാത്രം തിരക്കുള്ള ദിവസമാണെന്ന്. പക്ഷെ എങ്കിലും നമ്മുടെ ആശ്രമം സ്വീകരിച്ച് ഇവിടെ വരികയും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ അർത്ഥവത്തായ എല്ലാവരെയും ഇരുത്തി ചിന്തിപ്പിക്കുന്ന രീതിയിലൊരു മെസ്സേജ് ചെയ്ത വിശേഷത്തിന് ഈ സഭാ കമ്മിറ്റിയുടെ പേരിലും ഈ സഭയിലുള്ള പേരിലുമുള്ള എന്തെങ്കിലും പ്രവർത്തനത്തിലുള്ള നന്ദി അറിയിക്കും. അടുത്തതായി കടന്നു വരുന്ന ഓരോരുത്തർക്കും സാധാരണ ഈ വാർഷികത്തിന്റെ ഇവിടെ നടക്കുന്ന സമാപനത്തിന് ഇതിന്റെ 3-4 പോലെ കാണാറുണ്ട്. 2 വർഷം മുമ്പ് നേരത്തെ 12 മണിക്ക് മുമ്പ് തീർക്കുന്നതുകൊണ്ടായിരിക്കാം. എങ്കിലും രാവിലെ 8:30 വന്ന് ഇത്രയും സമയം ക്ഷമയോടെ കാത്തിരുന്ന് ഇതൊരു വിജയമാക്കി തീർത്ത പരിപാടികൾ അവതരിപ്പിച്ചു അവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ മനോഹരമായി പാർട്ടികളായി ഇതിന്റെ പങ്കാളിത്തം കൊണ്ട് ഇത് വിജയകരമാക്കി തീർത്ത ഓരോ സഭാവിശ്വാസികൾക്കും എല്ലാ അംഗങ്ങൾക്കും ഈ സഭാ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിച്ചുകൊണ്ട് വരുന്ന വർഷങ്ങളിൽ വരുന്ന ഈ 2021 വാർഷികം അതിഗംഭീരമായി നടത്താൻ സർവശക്തൻ നമ്മളെ അനുവദിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥനയോടുകൂടെ ഈ വാർഷിക ഉദ്യോഗം അവസരിപ്പിക്കാം. ഞങ്ങളുടെ വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, അന്ന് ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കാഞ്ചാണി ഗോസ്ബൽ യൂതൻ സഭയുടെ സംഘടനയുടെ വാർഷികമായി ഞങ്ങൾക്ക് ഈ ദിവസം ആചരിക്കാൻ അങ്ങ് നൽകിയ അവസരത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ കാഞ്ചാണി ഗോസ്ബൽ യൂതൻ സഭയിലെ സൺഡേ സ്കൂൾ, യൂത്ത് ഫെലോഷിപ്പ്, വനിതാ സമാജം എന്നീ 3 സംഘടനകളെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. 2020 വർഷത്തിൽ COVID-19 മൂലം ശരിയായിട്ട് പ്രവർത്തിക്കുവാൻ സാധിച്ചില്ല എങ്കിലും ലഭിച്ച അവസരങ്ങൾ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തുവാൻ 3 സംഘടനകളെയും ഒരിക്കലോർത്ത് നന്ദി പറയുന്നു. ദൈവമേ, ഞങ്ങളുടെ സഭയിലെ ഈ 3 സംഘടനകളെയും വിജയിക്കണമേ, ആശീർവദിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ 2021 വർഷത്തിൽ കൂടുതൽ ഉത്സാഹത്തോടുകൂടെ ശക്തിയോടുകൂടെ 3 സംഘടനകൾ പ്രവർത്തിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഇതിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാ അംഗങ്ങളെയും അനുഗ്രഹിക്കണമേ, അങ്ങ് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ഈ വാർഷിക പൊതുയോഗത്തിൽ കടന്നു വന്ന് ഞങ്ങൾക്ക് ആവശ്യമായ അർത്ഥവത്തായ നൽകിയ റവറൻഡ് W. ജിംസിനെയും കുടുംബത്തെയും ഈ സമയം ഓർത്തു പ്രാർത്ഥിക്കുന്നു.
ഇതുവരെയും അത്ഭുതകരമായി അതിശയകരമായി നടത്തിയതോർത്ത് നന്ദി പറയുന്നു. വിവിധങ്ങളായ കൃപകളാലും വരങ്ങളാലും താരങ്ങളാലും നിറച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അദ്ദേഹത്തിന് കൊടുക്കാൻ പാർക്കണമേ. ദൈവമേ കുറിച്ചമേ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്ന പ്രിയ കുടുംബനാഥയും അനുഗ്രഹിക്കണമേ. അച്ഛനോട് ചേർന്ന് എല്ലാ സ്കൂളുകളിലും വ്യാപകമായി തീരുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാനമായിട്ട് നൽകിയിരിക്കുന്ന പലതരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രണ്ട് മക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ദൈവമേ അലിന്റെയും ലിൻസയെയും ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെയും ലിൻസയെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ പഠനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവി ജീവിതം ഏറ്റവും ധന്യവും ശ്രേഷ്ഠമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്നത്തെ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസികളെയും ഓരോരുത്തരെയും കർത്താവ് പേരായി കുടുംബമായി അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ദൈവമേ ഈ വാർഷികത്തിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഞങ്ങളുടെ സഭ കമ്മിറ്റിയോട് പ്രാർത്ഥിക്കുന്നു. സഭ ഭാരവാഹികളെ തീർക്കാൻ പ്രാർത്ഥിക്കണമേ. അവർക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന ഉത്സവത്തിനായി ഉണർവിനായി സമർപ്പണത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ആ കടമകൾ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇതുവരെയും ശതമായി ഉചിതമായി നിർവഹിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. കൂടുതൽ സ്ഥലത്തോടുകൂടെ ഉണർവോടുകൂടെ കർത്താവിനായിട്ട് പ്രവർത്തിപ്പാൻ സഹായിക്കണമേ. കർത്താവ് ഞങ്ങളുടെ സഭ ആത്മീയമായും ഭൗതികമായും കൂടുതൽ വളർത്ത് പങ്കുവയ്ക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൽ ഞങ്ങൾ ഇപ്പോൾ പിരിയാത്ത സ്ഥാനത്താൽ ഞങ്ങൾ ഓരോരുത്തരെയും ഒന്ന് പരിപാലിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ പിതാവേ, ആമേൻ. സുഖസ്ഥനായ പിതാവേ, തിരുനാമം ശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരിഷ്ട സ്വർഗ്ഗം പോലെ ഭൂമിയിലും ആകണമേ. ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ സകലവും ശ്രദ്ധിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളവരോ. ആമേൻ. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും സംസർഗവും ഉണ്ടായി നമ്മോട് ഏവരോടും നാം പ്രാപിച്ച വിഷയങ്ങളോടും ഇന്നും എന്നേക്കും ഇരിക്കുമാകാതെ. ആമേൻ. വാർഷിക പൊതുയോഗങ്ങളുടെ അവസാനിച്ചിരിക്കുകയാണ്. സമാധാനത്തോടെ പോകും.